ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കരിക്ക് കൊണ്ട് ഒരു വട്ടയപ്പം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാൻ 2 കരിക്കോണാണ് കേട്ടോ ഈ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് പച്ചരി ഞാൻ രാവിലെ തന്നെ കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് വെച്ചു. ഉച്ചയായപ്പോൾ ഞാൻ ഇതരയ്ക്കാനായിട്ട് ഈ പച്ചരിയുടെ കൂടെ ഈ ഫ്ലഷ് ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഇളനീരിൻ്റെ വെള്ളം തന്നെ എടുത്തു. പിന്നെ കപ്പി കുറുക്കിയത് ചേർത്തു. കപ്പി കുറുക്കാനായിട്ട് ഒരു സ്പൂൺ അരിപ്പൊടി, 1 സ്പൂൺ റവയും കൂടി വെള്ളം ചേർത്ത് നന്നായി കുറുക്കിയെടുത്തു. അത് ഞാനിതിലേക്ക് ചേർത്തു. പിന്നെ ഒരു നുള്ളി ഈസ്റ്റ്, ഞാൻ പഞ്ചസാരയും ചൂടുവെള്ളം കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാനിതിലേക്ക് ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഞാൻ ചേർത്തു. പിന്നെ ജീരകം, പിന്നെ ഏലക്കായ, അങ്ങനെ ഇതൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തു. അതായത് 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചത്. അപ്പോൾ നന്നായിട്ട് ഇത് അരച്ചെടുത്ത് ഒരു പാത്രത്തിൽ നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വെച്ചു. അപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ അരച്ച് വെച്ചു. അപ്പോൾ ഒരു ഈവനിങ് ആയപ്പോൾ ഇത് കുറച്ച് ശേഷം പൊന്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി പൊന്തി വന്നപ്പോൾ ഞാനിത് ആവി കയറ്റാനായിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നെയ്യ് തൂവിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ആവിപാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി. അപ്പോൾ അങ്ങനെ ഞാനൊരു 4 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നാളികേരമൊന്നും ചേർത്തിട്ടില്ല, നമ്മൾ ഈ ഇളനീര് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പക്ഷേ സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റായി, കുട്ടികൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നല്ല വെറൈറ്റി ആയിട്ട് കരിക്ക് കൊണ്ടുള്ള വട്ടയപ്പം അടിപൊളിയായിരുന്നു.